ശ്രീ ഹാഷിം അരിയിലേക്കാണ്. ശ്രീ ഹാഷിം, അങ്ങ് ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ പറഞ്ഞ വാക്കുകൾ, ഇപ്പോൾ പിണറായി ആയിരുന്നു മുഖ്യമന്ത്രിയെങ്കിൽ ഇങ്ങനെയൊരു സത്യവാങ്മൂലം നൽകില്ല എന്നാണ്. ഈ ചർച്ചയിൽ പങ്കെടുത്ത BJPയുടെ പ്രതിനിധിയും അതുപോലെ ശ്രീ AP അഹമ്മദും ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, മറിച്ചൊരു നിലപാടെടുക്കാൻ ഒരു സർക്കാരിനും കഴിയില്ല. അത് പിണറായി ആയാലും VD സതീശനായാലും മറിച്ചൊരു നിലപാടെടുക്കാൻ കഴിയില്ല. കാരണം അത് രാജ്യത്തെ നിലനിൽക്കുന്ന ഒരു നിയമമാണ്. മറ്റൊരു വാദം താങ്കൾ ഉയർത്തിയത് അത് രാഷ്ട്രീയമായുള്ള ഒരു നിലപാടാണ്. ഞങ്ങൾ ഇങ്ങനെ BJPക്ക് കീഴടങ്ങുന്ന അങ്ങനെ ഒരു പരിപാടിയൊന്നും നടത്തിയിട്ടില്ല എന്നാണ്. ഈ PM ശ്രീക്ക് എതിരെയൊക്കെ വലിയ രീതിയിൽ കൊണ്ടുപിടിച്ച പ്രചാരണം നടത്തി അവസാനം PM ശ്രീ പദ്ധതിയിൽ നിന്ന് പണമടക്കം കേരളത്തിന് കിട്ടുന്ന അവസ്ഥയുണ്ടാക്കിയല്ലോ. ഞാൻ പറഞ്ഞു വന്നത് ഇപ്പോഴും കൊടുത്തിരിക്കുന്ന ഈ സത്യവാങ്മൂലത്തിന്റെ ഉദ്ദേശശുദ്ധിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോഴും എന്തിനാ കൊടുക്കാൻ കാരണം, ഒന്ന് KS ഹംസ എന്ന് പറയുന്ന അതിന്റെ ചെയർമാൻ, അദ്ദേഹം മുസ്ലിം ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു. അദ്ദേഹം രാഷ്ട്രീയപരമായി അദ്ദേഹത്തിന്റെ നിലപാടുകൾ, ലീഗിനോടുള്ള വിയോജിപ്പ് അദ്ദേഹം പ്രകടമാക്കുകയും അദ്ദേഹം ഇടതുപക്ഷത്തോടൊപ്പം ചേരുകയും ചെയ്തു. അതിനുശേഷമാണ് അദ്ദേഹം വഖഫ് ബോർഡ് ചെയർമാനാകുന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ മാറ്റുക എന്നത് രാഷ്ട്രീയപരമായി ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ ഒരു കാര്യമാണ്. മറ്റൊന്ന്, മതപണ്ഡിതൻ എന്ന നിലക്ക് അവിടെ നോമിനേറ്റ് ചെയ്യപ്പെടുന്നതിൽ ഒരാൾ ശ്രീ ജനാബ് മുക്കം ഉമർ ഫൈസിയാണ്. ഉമർ ഫൈസിയും അതുപോലെ തന്നെ ലീഗ് നേതൃത്വവുമായിട്ടും നല്ല ബന്ധമല്ല എന്ന് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ലീഗിനോട് നിലപാടുകൾ അംഗീകരിക്കുകയും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിലെ ചില സംഘടനകളെ, രാഷ്ട്രീയ സംഘടനകളൊക്കെ നിശിതമായി വിമർശിക്കുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ചെവികൊള്ളാൻ തയ്യാറുള്ള ഒന്നല്ല ലീഗ്. അവര് ഈ രണ്ടാളുകളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ പുറത്താക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് ഷോൺ ജോർജിന്റെ ഇത് വന്നപ്പോൾ ഇതിന് ഒപ്പം നിന്നത്. മോങ്ങാനിരുന്നതിന്റെ തലയിൽ തേങ്ങ വീണു എന്ന് പറഞ്ഞ അവസ്ഥയാണ് ഈ ഹർജി വന്നപ്പോഴുണ്ടായത്. അതുകൊണ്ട് തന്നെ എടുത്തു പിടിച്ചിട്ട് ഇത് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ അവർ ചെയ്യേണ്ടത് എന്താണ്? ഇത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ വഖഫ് ബോർഡ് പിരിച്ചുവിടാൻ ഇതുവരെ ഒരു നീക്കങ്ങൾ അവർ നടത്തിയിട്ടില്ല? ഇതിനെ അവരൊപ്പം നിൽക്കുകയാണെങ്കിൽ, ഈ തീരുമാനത്തോട് കേന്ദ്രത്തിന്റെ നിയമത്തോട് വല്ലാതെ ഒട്ടി നിൽക്കുന്നവരാണെങ്കിൽ അവർ ചെയ്യേണ്ടത് അതായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് അത് ചെയ്യാതിരുന്നത്? അത് ചെയ്തിരുന്നെങ്കിൽ മറ്റു കാര്യങ്ങൾ അവർ ചെയ്യാതിരുന്നിട്ടില്ലല്ലോ. രാഷ്ട്രീയ പകപോക്കലിന്റെ ഏറ്റവും വലിയ താണ്ഡവം കാണുന്നു. പണ്ട് തമിഴ്നാട്ടിലൊക്കെ കേട്ടതുപോലെ മുൻ ഭരണാധികാരികൾക്കെതിരെ, ഭരണത്തിലിരുന്ന രാഷ്ട്രീയ കക്ഷികൾക്കെതിരെ വ്യക്തമായി പച്ച വെളിച്ചത്തിൽ പകപോക്കുന്ന ഒരു രാഷ്ട്രീയ സംവിധാനം നിലനിർത്തുകയാണ് UDF ഗവൺമെന്റ്. ആ ഗവൺമെന്റ് കേരളത്തിന്റെ കുറ്റി പൊരിക്കാൻ പോയ സ്പീഡ് വേറെ ഒന്നിനും നമുക്ക് കാണാൻ പറ്റിയിട്ടില്ലല്ലോ. PM ശ്രീ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നല്ലോ അന്ന്. ആ അറബിക്കടലിൽ എറിയുമെന്ന് പറഞ്ഞ ആള് അദ്ദേഹം വയനാട്ടിലാണ്, അവിടെ കടലില്ല, അതുകൊണ്ട് അദ്ദേഹം എറിഞ്ഞിട്ടില്ല എന്ന് വിശ്വസിക്കാം. PM ശ്രീന്റെ കാര്യത്തിൽ എന്താ ഉണ്ടായിരുന്നത്? PM ശ്രീയിൽ ഒപ്പുവെച്ചു, ശരിയാണ്. ആ ഒപ്പുവെച്ചതിന് ശേഷം മുന്നണിയിലെ പ്രധാന ഘടകകക്ഷികൾ അതിനെതിരെ പ്രതിഷേധിച്ചപ്പോ മുന്നണി സംവിധാനത്തിന്റെ ഭാഗമാണ് ഒരു ഭരണ സംവിധാനം. അത് അതിനെതിരെ അത് മരവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹാഷിം അരിയിൽ അതാണ് അന്നത്തെ CPMന്റെയും LDFന്റെയും ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. PM ശ്രീ എന്താണെന്ന് അറിയാത്തവരല്ല. അപ്പോൾ PM ശ്രീക്കെതിരെ ഇത് സംഘപരിവാർ അജണ്ട നടപ്പാക്കാനുള്ള ശ്രമമാണ് എന്ന് നിങ്ങൾ നിരന്തരം അത്തരത്തിലൊരു പ്രചരണം നടത്തിക്കൊണ്ടിരുന്നവരാണ് CPMകാർ. ആ CPM ഭരിക്കുന്ന വകുപ്പായിരുന്നല്ലോ വിദ്യാഭ്യാസ വകുപ്പ്. അപ്പോൾ അവർക്ക് ഈ രാഷ്ട്രീയ നീക്കങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയ നയം അറിയാതെയല്ലല്ലോ PM ശ്രീ പദ്ധതിയിൽ പോയി ഒപ്പിടുന്നത്. അപ്പോൾ രാജ്യത്തിന് ഗുണകരമായ ആ പദ്ധതിയിൽ നിന്ന് സംഘപരിവാറിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ എത്ര ലക്ഷം കുട്ടികൾക്ക് അതിൻ്റെ ഗുണങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് പണത്തിൻ്റെ ഒരു കുറവ് വന്നപ്പോൾ PM ശ്രീ പദ്ധതിയെങ്കിൽ PM ശ്രീ ഞങ്ങൾ പോയിതാ ഒപ്പിട്ടു, കുറച്ച് പണം വാങ്ങി. സ്വാഭാവികമായും അറിയാമല്ലോ നിങ്ങളെടുത്ത രാഷ്ട്രീയ നിലപാടിന് വിരുദ്ധമായ ഒരു സംഗതിയാണ് അവിടെ നടന്നത് എന്ന്. ഇപ്പോൾ ഇക്കാര്യത്തിലും ഇത് തന്നെയാണ്, വഖഫിന്റെ കാര്യത്തിലും അത് തന്നെയേ നിങ്ങൾക്ക് അനുകരിക്കാൻ കഴിയുകയുള്ളൂ. നിങ്ങൾ പ്രതിപക്ഷത്തായാലും ഭരണപക്ഷത്തായാലും ആ നയം അംഗീകരിക്കാതെ ഈ രാജ്യത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതാണ് യാഥാർത്ഥ്യം.
ഫെഡറൽ രാജ്യത്തിന്റെ നിയമമല്ല. പിന്നെ ഇവിടെ കിട്ടേണ്ടുന്ന ഫണ്ടുകൾ നിങ്ങൾ തടഞ്ഞു വെച്ചു. ഇപ്പൊ പറയുന്ന കേട്ടാൽ വിചാരിക്കും PM-ശ്രീ പദ്ധതിയിലൂടെ കുട്ടികൾക്ക് തേനും പാലും ഒഴുക്കി കൊടുക്കണം. PM-ശ്രീ ഒപ്പുവെച്ച പിന്നെ സംസ്ഥാനങ്ങളിൽ എന്തു മാറ്റമാണ് സ്കൂളുകളിൽ വന്നിട്ടുള്ളത്? എത്ര സ്കൂളുകളിലാണ് മാറ്റം വന്നിട്ടുള്ളത്? ആ പദ്ധതി പ്രകാരം എത്ര സ്കൂളുകളാണ് പഠനം നടത്തുന്നത്? ഒരു കണക്ക് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വട്ടപൂജ്യമാണ് അതിന്റെ പേരിൽ കാണുക. താങ്കൾ തൊട്ടപ്പുറത്തുള്ള മാഹിയിലേക്കൊന്ന് പോകാമോ? താങ്കൾ താമസിക്കുന്നിടത്തൊന്നും മാഹിയിലേക്ക് അധിക ദൂരമൊന്നുമില്ല. മാഹിയിൽ PM-ശ്രീ പദ്ധതി നടപ്പാക്കിയ സ്കൂളുകളുടെ ആ നിലവാരം, അതുപോലെ മറ്റ് സാധാരണ സ്കൂളുകളുടെ നിലവാരം, ഇത് രണ്ടും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തി നോക്കൂ. മാഹിയിൽ നിന്നൊക്കെ ഒരുപാട് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളതാണ്. കേരളം അതിൽ നിന്ന് മാറി നിന്നു. മറ്റ് സംസ്ഥാനങ്ങളിലും കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ PM-ശ്രീയുടെ ഗുണം അനുഭവിച്ച എത്രയോ വിദ്യാർത്ഥികളുണ്ട്. മാഹി എന്ന് പറയുന്ന ഒരു ഇട്ടാവട്ടത്തെ ചെറിയൊരു നമ്മുടെ ഒരു എന്താ പറയാ, ഒരു അസംബ്ലി മണ്ഡലത്തിന്റെ വലുപ്പം മാത്രം വരുന്ന ഒരു പ്രദേശമാണ് മാഹി. ആ മാഹിയുടെ സാംസ്കാരിക പശ്ചാത്തലം എന്ന് പറയുന്നത് ചുറ്റുഭാഗവുമുള്ള കേരളത്തിന്റെ സാംസ്കാരിക പശ്ചാത്തലത്തോട് ഒട്ടി നിന്നുകൊണ്ട് വികസനം അനുഭവിച്ച ഒരു പ്രദേശമാണ് മാഹി. കേന്ദ്രഭരണ പ്രദേശമായിരുന്നു. അവിടെ പല വിധത്തിലും കേന്ദ്രത്തിന്റെ പണ്ട് മുതൽക്കേ ഉണ്ടാകുന്ന കുറെ നേട്ടങ്ങളും പ്രവർത്തനങ്ങളും താവഴിയായിട്ട് വന്നതാണ് മാഹി. എന്നാൽ തൊട്ടിപ്പുറം നിങ്ങൾ മറ്റ് തമിഴ്നാട്ടിലേക്ക് കയറുക, അവിടെ നടപ്പിലാക്കില്ല. ശരി, നടപ്പിലാക്കിയ കർണാടകത്തിലേക്ക് നിങ്ങൾ പോവുക. എന്ത് നടപടിയാണ് അവിടെ ഉള്ളത്? നിങ്ങളിപ്പോ പറയുന്ന വഖഫ് ഗൂഗിളിൽ തെരഞ്ഞാൽ മതി.